കെട്ടിക്കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന പെണ്ണുങ്ങൾ ഭാര്യമാര് ഒരു വേലക്കാരി ആയിരിക്കണം എന്നുള്ളൊരു ധാരണയാണ് അന്ന് എന്നുള്ളത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കെട്ടിണ്ടിരിക്കണ കൊല്ലും കൊല്ലം സാധനങ്ങളൊക്കെ ഇടും. അപ്പൊ എനിക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ അല്ലാണ്ട് എനിക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരും നമ്മൾ ഫോളോ ചെയ്ത ആൾക്കാരും നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ എനിക്ക് ഓരോന്നൊക്കെ അയച്ചു തന്നെയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ 1-2 വീഡിയോ കിട്ടിയിട്ടുണ്ടല്ലോ അതേപോലെ. പക്ഷെ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ 2-3 സംഭവങ്ങളുണ്ടല്ലോ. ഇടുക്കിയിൽ ഒരാളെ കുത്തിക്കൊന്നു ബന്ധുവിനെ തന്നെ, അതുപോലെ തന്നെ എന്റെ ഗുണ്ടയുള്ളൊരിത്. ഇതിനെപ്പറ്റി നമ്മൾ പറയാൻ വേണ്ടി കാര്യമില്ല. വർഷങ്ങളായിട്ടും കാലാകാലങ്ങളായിട്ടും കൊല്ലുകൊല്ലൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് ഒരു അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നൊരു കാര്യങ്ങൾ ചായ കൊടുത്തില്ലെന്നും പറഞ്ഞ് വെട്ടിക്കൊന്നൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും ചിലപ്പോൾ പൂർവ്വ വൈരാഗ്യം വല്ലതും വെച്ചിട്ടായിരിക്കാം. അവരവരെ വീട്ടിലായിരുന്നു അവരെ ഭർത്താവ് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇതേപോലെ ആമക്കൾ കെട്ടിക്കൊണ്ടു തന്നെ പെണ്ണുങ്ങള്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അമ്മായിയമ്മനെ നോക്കാനും അല്ല അമ്മായിയപ്പനെ നോക്കാനുള്ള ധാരണ പൊതുവെ ഉണ്ട് ഇവർക്ക്. പണ്ട് തുടങ്ങിയുള്ളതാണ്. മകൻ കെട്ടിക്കൊണ്ട് തന്നെ പെണ്ണ് ആണ് ഇനി അവരെ നോക്കേണ്ടത്. അവര് പറഞ്ഞ അടുക്കള പണിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകേണ്ട രീതിയിൽ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. മരുമക്കൾ മാത്രമല്ല, നേരെ തിരിച്ചുകൊണ്ട് മരുമക്കളുടെ ഡയലോഗ് അടിയും ഉപദ്രവമൊക്കെ ആയിട്ട് സഹിച്ചുകൊണ്ട് അമ്മായിയമ്മമാരും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞൊക്കെ വരും. ഈ പറഞ്ഞ പോലെ ഒത്തുപോകാൻ പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നെങ്കിൽ വീട് മാറിയേക്കുക. ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ വീട് മാറിക്കളയുക. ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ വീട് മാറാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ സംസാരം നിർത്തിക്കളയുക. സംസാരിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. സംസാരത്തിലാണല്ലോ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ പഴയ ആൾക്കാർക്കാണ് കൂടുതലും പ്രശ്നം. ഈ പണ്ട് പോലുള്ളൊരു ആചാരമാണല്ലോ, പെണ്ണ് വീട്ടിലോട്ട് കെട്ടിക്കയറി വന്നി പിന്നെ ആ പെണ്ണ് വീട്ടിലെ ആൾക്കാർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത അങ്ങനെ ഒരു ലൈഫാണ് ഇവര് അങ്ങനെയാണെന്നുള്ളൊരു ധാരണ ഇങ്ങനെ വെച്ചൊക്കെയാണ്. ഇങ്ങനെ ഇരിക്കണം. കെട്ടിക്കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന പെണ്ണുങ്ങൾ ഭാര്യമാര് അപ്പനും അമ്മേനൊക്കെ നോക്കി ചായക്കെട്ട് കൊടുത്ത് ഒരു വേലക്കാരി ആയിരിക്കണം എന്നുള്ളൊരു ധാരണയാണ് അന്ന് എന്നുള്ളത്. അങ്ങനെയൊന്നും അല്ല, അതൊക്കെ മാറി, കാലം മാറി. ഇവരൊക്കെ ഒരു വ്യക്തിയായിട്ട് തന്നെ കാണണം. അങ്ങനെ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സർവന്റിനെ നിർത്തണം. ഇങ്ങനെയൊക്കെ സംഭവം വേണമെന്നുണ്ടെങ്കിൽ സർവന്റിനെ നിർത്തി. ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഈ ആമക്കള് കെട്ടിയ പെണ്ണുങ്ങൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ആരോഗ്യം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തിരിച്ചു മരുമക്കള് പിള്ളേരൊക്കെ കഴിയുമ്പോ മരുമക്കള് ഇറങ്ങി നടക്കും മക്കളെ. ഈ മരുമക്കൾക്കുള്ള മക്കളെ അതായത് വേറെക്കിടങ്ങളായി അമ്മായിയമ്മമാര് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയും കുറെ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്റെ ആവശ്യമുണ്ടാ? നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുഞ്ഞുങ്ങള് നിങ്ങൾ നോക്കണം. എന്തിനാണ് അവരെ ഏൽപ്പിക്കണം? അവരെ നോക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണ്. അവരവരെ വഴിക്ക് വിടുക. അതേപോലെ അവര് നിങ്ങളുടെ വഴിക്ക് വിടുക. എല്ലാവരും വ്യക്തികളായിട്ട് കണ്ട തീരാവുന്ന പ്രശ്നമൊക്കെ ഇവിടെ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിനൊന്നും ഇപ്പൊ ആർക്കൊരു വലിയൊരു പേടിയുമില്ല. ആർക്കും ആരെന്തും ചെയ്യാന്നുള്ള കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാര് ഭാര്യമാര് മക്കളായിട്ട് സേഫായിട്ട് കാണുന്നത് അവരുടെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ വഴക്കിട്ട് പോയാലും നമ്മൾ ഇവരൊക്കെ വിളിച്ചു കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞത് നമ്മളെവിടെയൊക്കെ പുറത്തോട്ട് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇവർ സേഫായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഇവരൊക്കെ വിളിച്ചുകൊണ്ട് നിർത്തുന്നത്. പക്ഷെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആൾക്കാർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇത് വഷളാക്കുന്നത്. എല്ലാവരും അടക്കി ഞാൻ പറയണില്ല കേട്ടാ. ചക്കരയും പീരയും പോലത്തെ അമ്മായിയമ്മ മരുമക്കളും ഉണ്ട്. 85% ഇങ്ങനെയുള്ള ആൾക്കാരാണ് തമ്മിൽ തമ്മിലുള്ള ടീമാണ്.